ഹരി ഓം. എൻ്റെ പേര് ചാന്ദിനി. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ 7th സ്റ്റാൻഡേർഡിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ദീപകൻ ടെക്സ്റ്റാണ് ഫോളോ ചെയ്യുന്നത്. അതിൽ നമ്മൾ ഫസ്റ്റ് ലെസൺ 7th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ലെസൺ 4 പാർട്ട് എടുത്തു കഴിഞ്ഞു. അടുത്ത ബാക്കിയുള്ളതാണ്. അപ്പം നമ്മൾ ഫ്ലാഗിൻ്റെ കാര്യം, അപ്പം ധ്വജസ്യ ഒരു കളർ പറഞ്ഞു അല്ലേ, കേശരവർണ്ണ പറഞ്ഞു. ഇനി ത്രിവർണധ്വജ കുത്ര വിലസതി, ത്രിവർണധ്വജം എവിടെയാണ് വിലസിക്കുന്നത്, എവിടെയാണ് ശോഭിക്കുന്നത്? ഭാരതമാതുഹു ഹസ്തേ, ഭാരതമാതാവിൻ്റെ കയ്യിൽ. കേസരവർണ്ണ കേശാം ബലിദാനം സൂചേതി, കേസരവർണ്ണ ഏതിൻ്റെ ബലിദാനത്തെയാണ് കാണിക്കുന്നത്? വീരന്മാർ ബലിയർപ്പിച്ചത് കൊണ്ടല്ലേ നമുക്ക് സ്വാതന്ത്ര്യം അതൊക്കെ കിട്ടി നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ. അടുത്തത് വീരാഹ കസ്യാഹ ആജീവനം സേവാം കൃതവന്തഃ, വീരന്മാർ ആജീവനം ജീവിതകാലം മുഴുവൻ ആരെ ആണ് സേവിക്കുന്നത്? ഭാരതമാതാവ് അല്ലേ, ഭാരതമാതാവിനെയാണ്. അപ്പോൾ അതുവരെയാണ് പറഞ്ഞത്. ഇനി ഒന്നും കൂടി ഉണ്ട്. കേസരവർണ്ണ അസ്മാൻ കിം വക്തും പ്രേരയതി, അവസാനം പറഞ്ഞില്ലേ, കേസരവർണ്ണ അസ്മാൻ നമ്മളെ കിം വക്തും എന്ത് പറയാൻ പ്രേരയതി പ്രേരിപ്പിക്കുന്നു. എന്താ? സൈനികാഹ അല്ലേ, ജയതു സൈനികാഹ ഇതി വക്തും പ്രേരയതി. അതുവരെയാണ് പഠിച്ചത്. ഇനി ബാക്കി നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ പേജ് നമ്പർ 5. പേജ് നമ്പർ 5 നോക്കിക്കോളൂ. കൃഷക ബാന്ധവാഹ അസ്മാകം ഭാരതഭൂമിം സർവദാ സ്വേദബിന്ദുഭിഃ സിഞ്ചന്തി, ഏതേഷാം പരിശ്രമേണ ഏവ ഭാരതഭൂമിഃ ഹരിതവർണ്ണമയീ സമൃദ്ധാ സസ്യശ്യാമളാ ച സഞ്ജാതാ. ഭാരതമാതുഃ സമൃദ്ധേഃ ഏഷാ ആഭा ഹരിതവർണ്ണരൂപേണ അസ്മാകം രാഷ്ട്രധ്വജേ വിരാജന്തെ. ജയതു കൃഷകഃ ഇതി വക്തും അസ്മാൻ പ്രേരയതി ധ്വജസ്ഥിതഃ ഏഷഃ ഹരിതവർണ്ണഃ. അടുത്ത നമുക്ക് പഠിക്കേണ്ട ഹരിതവർണ്ണമാണ്. ഹരിതവർണ്ണം എന്തോന്നാണ്? ഗ്രീൻ അല്ലേ. കൃഷക ബാന്ധവാഹ അസ്മാകം ഭാരതഭൂമിം സർവദാ സ്വസ്വേദബിന്ദുഭിഃ സിഞ്ചന്തി. അതിലേതാണ് വെർബ്? സിഞ്ചന്തി. സിഞ്ചന്തി എന്ന് പറയുമ്പോഴത്തേക്ക് നനയ്ക്കുന്നു, സ്പ്രിങ്കിൾ, വെള്ളം കൊണ്ട് നനയ്ക്കുക. സിഞ്ചന്തി എന്ന് പറയുമ്പോഴത്തേക്ക് പ്രഥമ പുരുഷൻ ബഹുവചനമാണ്. സിഞ്ചതി, സിഞ്ചതഃ, സിഞ്ചന്തി അത് പ്രഥമ പുരുഷൻ. മധ്യപുരുഷൻ വരുമ്പോൾ സിഞ്ചസി, ഇന്നലെ ഞാൻ ഒരെണ്ണം തന്നു അതുപോലെ വരും. സിഞ്ചസി, സിഞ്ചതഃ, സിഞ്ചത. ഉത്തമ പുരുഷൻ സിഞ്ചാമി, സിഞ്ചാവഹ, സിഞ്ചാമഹ. ഇതുപോലെ നിങ്ങളൊന്ന് എഴുതി നോക്കണം അത്. അപ്പം കൃഷക ബാന്ധവാഹ അസ്മാകം ഭാരതഭൂമിം, അസ്മാകം ഭാരതഭൂമി നമ്മളുടെ ഭാരതഭൂമിയെ എന്ത് ചെയ്യുന്നു? സർവദാ ഓൾവേസ് സ്വേദബിന്ദുഭിഃ. സ്വേദബിന്ദു എന്താണ്? സ്വേദബിന്ദു എന്ന് പറഞ്ഞാൽ സ്വെറ്റ്, നമ്മുടെ ശരീരത്തിലുള്ള വിയർപ്പ് തുള്ളികൾ എന്ന് പറയില്ലേ, സ്വേദബിന്ദുഭിഃ, സ്വെറ്റ് ഡ്രോപ്സ്. ആരാണ്? കൃഷക ബാന്ധവ, കൃഷിക്കാരായിട്ടുള്ള ബന്ധുക്കൾ. അസ്മാകം സ്വേദബിന്ദുഭിഃ സിഞ്ചന്തി, നമ്മുടെ സ്വേദബിന്ദുക്കളാൽ. സിഞ്ചന്തി ബിന്ദുഭിഃ, അത് തൃതീയ ബഹു, ബിന്ദുനാ ബിന്ദുഭ്യാം ബിന്ദുഭിഃ എന്നാണ്. ബിന്ദുക്കളാൽ, സ്വേദബിന്ദുക്കളാൽ സിഞ്ചന്തി. കിം സിഞ്ചന്തി, എന്ത് സിഞ്ചന്തി? ഭാരതഭൂമിം. കഹ സിഞ്ചന്തി, ആര് നനയ്ക്കുന്നു? കൃഷക ബാന്ധവാഹ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയില്ല, നനയ്ക്കുന്നത് എന്തോന്നാണ്? ഭാരതഭൂമി എങ്ങനെയാണ്? അതിനകത്തുള്ള സസ്യങ്ങളെല്ലാം നനയ്ക്കുക കൃഷിക്കാർ. ഏതേഷാം പരിശ്രമേണ ഏവ ഭാരതഭൂമിഃ ഹരിതവർണ്ണമയി സമൃദ്ധ സസ്യശ്യാമള ച സഞ്ജാത. ഏതേഷാം, ഏതസ്യ, ഏതയോഃ, ഏതേഷാം എന്ന് പറഞ്ഞാൽ ഷഷ്ടി ബഹുവചനമാണ്. ഇവരുടെ. ഏതേഷാം പരിശ്രമേണ, പരിശ്രമത്താൽ, പരിശ്രമം ഹാർഡ് വർക്കിംഗ്, ബൈ ദെയർ ഹാർഡ് വർക്ക്. അതായത്
തൃതീയ ആണ് പരിശ്രമേണ എന്നുള്ളത്. ബാലേന ഗജേന അശ്വേന, അതുപോലെ പരിശ്രമേണ പരിശ്രമത്താൽ. പരിശ്രമേണ ഏവ ഭാരതഭൂമി ഹരിതവർണ്ണമയി. അവരുടെ പരിശ്രമം കൊണ്ടാണ് ഭാരതഭൂമി എന്തായിത്തീരുന്നത്? ഹരിതവർണ്ണമയി, പച്ച നിറത്തിലുള്ള പച്ചപ്പ്. നമ്മുടെ ഭാരതം മുഴുവൻ പച്ചപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അത് കേശാം പരിശ്രമേണ, ആരുടെ പരിശ്രമത്താൽ? കൃഷക ബാന്ധവാനാം പരിശ്രമേണ ഹരിതവർണ്ണമയ്യാകുന്നു. പിന്നെ അതുമാത്രമല്ല, സമൃദ്ധ. സമൃദ്ധ എന്ന് പറഞ്ഞാൽ പ്രോസ്പെരിറ്റി, അഭിവൃദ്ധി ഉണ്ടാകുന്നു, പ്രോസ്പെരിറ്റി ഉണ്ടാകും. പിന്നെയോ സസ്യശ്യാമള. സസ്യശ്യാമള, സസ്യം കൊണ്ട് ശ്യാമളമായിരിക്കുക എന്ന് പറഞ്ഞാൽ മനോഹരമായിരിക്കുക, പച്ച കൊണ്ട് നിറഞ്ഞിരിക്കുക, സസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഭാരതം ഭൂമി. സഞ്ജാത, അങ്ങനെയൊക്കെ ആയിത്തീരുന്നു. കേശാം പരിശ്രമേണ, ആരുടെ പരിശ്രമത്താലാണത്? കൃഷക ബാന്ധവാന പരിശ്രമേണ. ഭാരതമാതുഹു സമൃദ്ധേഃ ഏഷ ആഭ ഹരിതവർണ്ണരൂപേണ അസ്മാകം രാഷ്ട്രധ്വജേ വിരാജത്തെ. ഭാരതമാതുഹു സമൃദ്ധേഃ, ഭാരതമാതാവിൻ്റെ സമൃദ്ധി, ഐശ്വര്യം അല്ലെങ്കിൽ പ്രോസ്പെരിറ്റി. അതുകൊണ്ട് ഏഷ ആഭ, ഈ ആഭ, സസ്യശ്യാമളമൊക്കെ ആകുമ്പോൾ മനോഹരമായിരിക്കും. അതാണ് ആഭ. ആഭ എന്ന് പറഞ്ഞാൽ ശോഭ, മനോഹാരിത്വം. ഏഷ ആഭ, ആഭ സ്ത്രീലിംഗമായതുകൊണ്ടാണ് ഏഷയും അവിടെ സ്ത്രീലിംഗം തന്നെ വന്നത്. ഏഷ ആഭ, ഏഷ ആരാണ്? ഭാരത മാത. ഏഷ ആഭ ഹരിതവർണ്ണരൂപേണ, ഹരിതവർണ്ണരൂപത്താൽ, അതും തൃതീയ ഏകവചനം. അസ്മാകം രാഷ്ട്രധ്വജേ വിരാജതേ, അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രധ്വജത്തിൽ ഈ പച്ചക്കളറ് ശോഭിക്കുന്നത് എന്നാണ്. ജയതു കൃഷക ഇതി വക്തും അസ്മാൻ പ്രേരയതി. ജയതു കൃഷക, നേരത്തെ നമ്മൾ പറഞ്ഞു ജയതു, ഇതിന് മുമ്പ് വന്നില്ലേ, എന്തെന്നാണ് ജയതു സൈനിക അല്ലേ? ഇവിടെ എന്താ? ജയതു കൃഷക, കൃഷിക്കാർ ജയിക്കട്ടെ. ജയതു കൃഷക ഇതി വക്തും എന്ന് പറയുവാൻ അസ്മാൻ പ്രേരയതു. അസ്മാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു. അസ്മാൻ എന്ന് പറഞ്ഞാൽ ദ്വിതീയ ബഹുവചനമാണ്. അഹം ആവാം വയം, മാം ആവാം അസ്മാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നില്ലേ? നമ്മളെ എന്നുള്ള വൃത്തിയാണ്. വക്തും അസ്മാൻ പ്രേരയതി. ധ്വജസ്ഥിത ഏഷഃ ഹരിതവർണ്ണ, ഏഷഃ ഹരിതവർണ്ണ, ധ്വജസ്ഥിത ഏഷഃ ഹരിതവർണ്ണ. ധ്വജസ്ഥിത എന്ന് പറഞ്ഞാൽ ധ്വജത്തിലുള്ള, ആ ഫ്ലാഗിലുള്ള ഹരിതവർണ്ണമാണ്. അതായത് കൃഷക ബാന്ധവാനാം പരിശ്രമേണ ഭാരതഭൂമി കഥം സഞ്ജാത. കൃഷിക്കാരുടെ പരിശ്രമത്താൽ ഭാരതഭൂമി എങ്ങനെയായി തീർന്നു? ഹരിതവർണ്ണമയി, പിന്നെ സമൃദ്ധ, സസ്യശ്യാമള ച സഞ്ജാത. അപ്പോൾ 3 കാര്യങ്ങളാണ്. 1 ഹരിതവർണ്ണമയി, 2 സമൃദ്ധ, 3 സസ്യശ്യാമള ച സഞ്ജാത. ഇങ്ങനെയായി തീർന്നു എന്നാണ്. ഇനി അടുത്ത പാരഗ്രാഫ് നോക്കുക. പേജ് നമ്പർ 6 മധ്യേ സ്ഥിതഃ ശ്വേതവർണ്ണഃ ശാന്തേഃ സത്യസ്യ ച ദ്യോതകഃ അസ്തി. അണുശാസ്ത്രേ, സംഗണകശാസ്ത്രേ, ചികിത്സാശാസ്ത്രേ, അന്തരീക്ഷശാസ്ത്രേ, ആയുധശാസ്ത്രേ ഇത്യാദിഷു വിജ്ഞാനസ്യ വിഭിന്നേഷു ക്ഷേത്രേഷു ഭാരതീയൈഃ വൈജ്ഞാനികൈഃ മഹത് യശഃ പ്രാപ്തം അസ്തി. ആദ്യ സെന്റൻസ് മധ്യേ സ്ഥിതഃ. മധ്യേ, എന്തിൻ്റെ മധ്യയാണ്? ഏതിൻ്റെ? ഫ്ലാഗിൻ്റെ അല്ലേ? മധ്യേ സ്ഥിതഃ ശ്വേതവർണ്ണ. മധ്യേ ഏത് കളറാണ്? ശ്വേതവർണ്ണ. ശ്വേതവർണ്ണ വൈറ്റ്. ശ്വേതവർണ്ണ സത്യസ്യ ച ശാന്തേഹ, സത്യസ്യ ച ശാന്തേഹ, ശാന്തിയുടെയും സത്യത്തിൻ്റെയും ച ദ്യോതകഃ അസ്തി. അതിനെ ദ്യോതിപ്പിക്കുകയാണ്, അതിനെ എടുത്ത് കാണിക്കുകയാണ്. ഏതിന്? സത്യത്തെയും ശാന്തിയുടെയും പ്രതീകമാണെന്ത്? വൈറ്റ് കളർ, ശ്വേതവർണ്ണ. അതിനകത്ത് വെർബ് ഏതാണ്? അസ്തി. അസ്തി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അസ്തി, സ്തഃ, സന്തി. മധ്യപുരുഷൻ വന്നപ്പോൾ അസി, സ്തഃ, സ്ത. ഉത്തമപുരുഷൻ അസി, അസ്മി, സ്വഹ, സ്മഹ. അണുശാസ്ത്രേ, അണുശാസ്ത്രം എന്തോന്നാണ്? അറ്റോമിക് സയൻസ്. അറ്റോമിക് സയൻസ് അണുശാസ്ത്രേ. സംഗണകശാസ്ത്രേ, സംഗണക എന്താണ്? കമ്പ്യൂട്ടർ സയൻസ്. സംഗണകശാസ്ത്രേ
ചികിത്സാശാസ്ത്രേ മെഡിക്കൽ സയൻസ് അല്ലേ. ചികിത്സാശാസ്ത്രേ അന്തരീക്ഷശാസ്ത്രേ, അന്തരീക്ഷം എന്തോന്നാണ്? അറ്റ്മോസ്ഫിയർ. ആയുധശാസ്ത്രം സയൻസ് ഓഫ് വെപ്പൺ, ആയുധശാസ്ത്രേ ഇത്യാദിഷു എങ്ങനെ പിരിച്ചു പറയാം? ഇത്യാദിഷു ഇതി പ്ലസ് ആദിഷു, ഇതി പ്ലസ് ആദിഷു ആണ്. ഇത്യാദിഷു തുടങ്ങിയവയിൽ, മുതലായവയിൽ. ഇവിടെ ആദിഷു എന്നുള്ളത് സപ്തമി ബഹുവചനമാണ്. ആദികളിൽ, അവയിൽ, ഇല്ലെന്നുള്ള അർത്ഥമല്ലേ സപ്തമിയിൽ. ഇത്യാദിഷു, ഇതി പ്ലസ് ആദിഷു, ഇവകളിൽ, ഈ പറഞ്ഞതെല്ലാം അവകളിൽ എന്നുള്ള അർത്ഥത്തിൽ. ഇത്യാദിഷു വിജ്ഞാനത്തിൻ്റെ വിഭിന്നേഷു ശാസ്ത്രേഷു ക്ഷേത്രേഷു, ക്ഷേത്രങ്ങളിൽ നിന്ന് ആ സ്ഥലങ്ങളിൽ, അവ ഉള്ള സ്ഥലത്ത് ക്ഷേത്രേഷു എന്നുള്ളത് സപ്തമി ബഹുവചനം. വിഭിന്നേഷു എന്നുള്ളതും എന്താണ്? സപ്തമി ബഹുവചനം. വിഭിന്നേഷു ക്ഷേത്രേഷു, വിഭിന്നമായ സ്ഥലങ്ങളിൽ. അത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ അതിനെയാണ് പറയുന്നത്. ഭാരതീയൈഹി വൈജ്ഞാനികൈഹി മഹത് യശഃ പ്രാപ്തും അസ്തി. ഭാരതീയൈഹി വൈജ്ഞാനികൈഹി, അത് ഏത് വിഭക്തിയാണ്? തൃതീയ ബഹുവചനമാണ്. ബാലൈഹി ഗജൈഹി അശ്വൈഹി എന്ന് പറയില്ല. ബാലൈഹി എന്ന് പറഞ്ഞാൽ ബാലന്മാരാൽ, ബാലാഭ്യം ബാലൈഹി ബാലന്മാരാൽ, തൃതീയ ബഹുവചനം. അപ്പോൾ ഇവിടെ അതുപോലെ ഭാരതീയൈഹി വൈജ്ഞാനികൈഹി, ഭാരതീയരായ വൈജ്ഞാനികരാൽ മഹത് യശഃ പ്രാപ്തമസ്തി. മഹത് യശ, നല്ല യശസ്, നല്ല കീർത്തിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. വൈജ്ഞാനികാനാം തത് ധവളം യശഃ ധവളവർണ്ണരൂപേണ രാഷ്ട്രധ്വജസ്യ മധ്യേ വിലസതി. തത് ധവളവർണ്ണം, ആ ധവളവർണ്ണം നേരത്തെ പറഞ്ഞാൽ എന്തിനെ കാണിക്കുന്നു പറഞ്ഞു? ശാന്തിയെയും എന്തൊക്കെയാണ്? ശാന്തേഹേ സത്യസ്യ പ്രതീക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധവളമാണ് രാഷ്ട്രധ്വജസ്യ മധ്യേ വിലസതി. ആ യശസ്സാണ് രാഷ്ട്രധ്വജസ്യ മധ്യേ വിലസതി. ഭാരതീയം വിജ്ഞാനം ശാന്തിം പ്രഗതിം സുരക്ഷാം ച പരിപോഷയതി. വിജ്ഞാനത്തെ ശാന്തിം പ്രഗതിം, പ്രഗതി എന്ന് പറഞ്ഞാൽ പുരോഗതി, അഭിവൃദ്ധി, ശാന്തിയെയും പുരോഗതിയെയും സുരക്ഷാം ച, സുരക്ഷ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ പരിപോഷയതി. എന്ത് പരിപോഷിപ്പിക്കുന്നു? ഈ വൈറ്റ് കളർ. അതുകൊണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ജയതു സൈനികാഹ, പിന്നെ പറഞ്ഞു ജയതു കൃഷകാഹ അല്ലേ. അതുപോലെ ഇവിടെ എന്താ പറയുന്നത്? ജയതു വൈജ്ഞാനികഃ ഇതി വക്തും അസ്മാൻ പ്രേരയതി ധ്വജമധ്യസ്യ അയം ധവളവർണ്ണഃ അസ്മാൻ കിം വക്തും പ്രേരയതി, എന്ത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു? ജയതു വൈജ്ഞാനികഃ ഇത് വക്തും പ്രേരയതി, വൈജ്ഞാനികർ ജയിക്കട്ടെ എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്നു. ഖേഷാം ധവളം യശഃ രാഷ്ട്രധ്വജസ്യ മധ്യേ വിലസതി. ഏതാണ് അവിടെ വിലസിക്കുന്നത്? കേശാം ധവളം യശഃ രാഷ്ട്രധ്വജസ്യ മധ്യേ വിലസതി. ആരുടെയാണ് അത് വിലസിക്കുന്നത്? വൈജ്ഞാനികാനാം. മനസ്സിലായി? ആദ്യം നമ്മൾ പിന്നെ ഇത് പറഞ്ഞു, സൈനികരുടെ കാര്യം പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു കൃഷക ബാന്ധവ, അതാണ് ഹരിതവർണ്ണം. പിന്നെ പറഞ്ഞു വൈജ്ഞാനികരുടെ, അതാണ് ധവളവർണ്ണം. ഈ 3 കാര്യവും പറഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ രണ്ടെണ്ണം നോക്കാം. കൃഷക ബാന്ധവാഹ ഭാരതഭൂമിം കൈഹി സിഞ്ചന്തി. എന്തുകൊണ്ട് നനയ്ക്കുന്നു കൃഷക ബാന്ധവന്മാർ ഭാരതഭൂമിയെ? വേർപ്പ് തുള്ളി കൊണ്ടല്ലേ, ശ്വേതബിന്ദുവി. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അവർ ജോലി ചെയ്യുമ്പോൾ എന്താണ് അവരുടെ ദേഹത്തു നിന്ന് വിയർപ്പ് വരാൻ കാരണം എന്താ? അത്രമാത്രം കഠിനമായി ജോലി ചെയ്യുന്നു, അതുകൊണ്ടാണ് അവിടെ വിയർപ്പ് വരുന്നത്. അപ്പോൾ ആ വിയർപ്പ് തുള്ളിയാണ് അതിന് വെള്ളമായി കൊടുക്കുന്നത്, നനയ്ക്കുന്നത്, ആ കൃഷിഭൂമി നനയ്ക്കുന്നത്.
അടുത്ത കൃഷക ബാന്ധവാനാം പരിശ്രമേണ ഭാരതഭൂമി കഥം സഞ്ജാത. കൃഷക ബന്ധുക്കളുടെ പരിശ്രമത്താൽ ഭാരതഭൂമി എങ്ങനെ ഉണ്ടായി? എങ്ങനെയാണ്? ഹരിതവർണ്ണമയി, പിന്നെ സമൃദ്ധ, പിന്നെ മൂന്നാമത്തെ എന്താണ്? സസ്യശ്യാമള ച സഞ്ജാത. ഇങ്ങനെയൊക്കെയായി. അപ്പം ഇതിൻ്റെ ഇത് കഴിഞ്ഞ് ഇനി ഒരു പിന്നെ നടുക്കുള്ള കാര്യമാണ് പറഞ്ഞത്. രാഷ്ട്രധ്വജസ്യ മധ്യേ സ്ഥിത ചക്രം ഉണ്ടല്ലോ, അതിൻ്റെ കാര്യമാണ്. അതിപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.